ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സബാന ഹിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മാനുവിൻ്റെ സ്കൂളിൽ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അത് മോർണിംഗ് ടൈം വന്നിട്ട് 6:20 ആയിട്ടുണ്ട്. അപ്പോൾ വാപ്പി മക്കളൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ അവളെ എണീക്കുമ്പോഴേക്കും മാനുവൊക്കെയുള്ള ദോശ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദോശ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ 2 ചുടുന്നുണ്ട്. അവൾ ഏറെ വന്നാൽ 1:15 അങ്ങനെ കഴിക്കുള്ളൂ, 1:15. അപ്പോൾ അത് ചുട്ടേച്ചു. പിന്നെ ഇതാ ഇന്നലത്തെ കറി ഉണ്ട് കേട്ടോ. അവൾക്ക് ഈ ചമ്മന്തി ചാറ് അങ്ങനെയൊന്നുമില്ല. ഇന്ന് മാഫൂനെയും കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പിന്നെ ഇതാ മാഫൂക്കുള്ളത് ഈ മറ്റേ നവധാന്യം പൊടിയില്ലേ, അത് പൊടിച്ചതാണ് കേട്ടോ, ഈ നവധാന്യത്തിൻ്റെ. അപ്പോൾ അതും കുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും എണീക്കുമ്പോഴേക്കും രണ്ടാളുടെ ഫുഡും ഇതാ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ അടുക്കളയിൽ നിന്ന് മെല്ലെ ഒന്ന് നോക്കുമ്പോൾ മെഹനും എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മേനോനോട് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞു രാവിലെ എണീക്കണം നല്ല കുട്ടിയായിട്ട് എന്നൊക്കെ നോക്കുമ്പോൾ ആളെന്നെ എണീച്ചിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ് കേട്ടോ, ഓക്കെ അല്ലേ എന്നൊക്കെ. പിന്നെ ഗോൾഡൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഊരി വെച്ചു കേട്ടോ. ഗോൾഡ് അലൗഡ് അല്ല. അപ്പോൾ കാതിൽ ചെറിയൊരു സ്റ്റഡ് മാത്രം ഗോൾഡിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് വേറെ ഇട്ട് കൊടുത്തിട്ട് പഴപ്പാകണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ചെറിയ ആളും നല്ല ഉറക്കത്തിലാണ്. ഞാൻ പിന്നെയും മേനോനോട് ചോദിക്കുകയാണ്, ഓക്കെ അല്ലേ ഓക്കെ അല്ലേ. രാവിലെ തന്നെ മേനോക്ക് ജലദോഷം ഇത്രയും നാളില്ല. ഇന്നിപ്പോൾ മൂക്ക് ചെറുതായിട്ട് ഒലിക്കുന്നുണ്ട്, തുമ്പുന്നുണ്ട്. മേന എന്തോ പറ്റി? പനിയൊന്നുമില്ല, ജലദോഷമുണ്ട്, മൂക്ക്. എവിടേക്കാണ് പോകണം? അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യും? എനിക്കിനും പറയും, നല്ല കേൾക്കുള്ളൂ. എന്നപ്പോൾ ഇന്ന് മേല് കഴുകല്ലോ കേട്ടോ. തല ഞാൻ 1-2 കഴുകാറുള്ളൂ. അപ്പോൾ ഇന്നലെ തല നനച്ചു കൊടുത്തതായിരുന്നു. അപ്പോൾ ഇന്ന് തല കഴുകണമല്ലോ, അല്ലെങ്കിൽ ആൾക്ക് ചെറുതായിട്ട് മൂക്കുന്ന ഡ്രോപ്പ് വരുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് റെഡി ആവാം. നമുക്ക് ആദ്യം ഫുഡ് ദോശ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ കഴിച്ചിട്ട് വേഗം കഴിക്കണേ. ആൾക്ക് ദോശ കഴിക്കുക എന്തൊന്ന് കഴിക്കണമെങ്കിലും 1-1.5 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 3/4 മണിക്കൂറെങ്കിലും ഇരിക്കണം അല്ലേ മേനോ? ഇന്നിപ്പോൾ ടൈമില്ല, വേഗം കഴിക്കണം. എന്താ ടൈം 7:30 ആയി. 8:30 ഇവിടുന്ന് പോകണം. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റാം, യൂണിഫോം ഇടാം. ഓക്കെ ഓക്കെ ഓക്കേ. അങ്ങനെ ഞാൻ എന്താ മെഹനോക്ക് വേഗം ദോശ കൊടുക്കണം കേട്ടോ. അവൾക്ക് മാക്സിമം അവൾ വേഗം കഴിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നൊന്നും ആയിട്ടില്ല, അതാണ് സത്യം. പിന്നെ മെഹഫൂക്ക് ചെറിയ ആൾക്ക് ഞാൻ വേഗം കൊടുക്കുകയാണ് കേട്ടോ കുറുക്ക്. അവൾക്ക് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. രാത്രി കിടക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല പിള്ളേർക്ക്. എപ്പോഴാണ് പിന്നെ രാവിലെ എണിച്ചപ്പോഴാണ്. പിന്നെ സ്നാക്സിന് ഞാൻ ആപ്പിളും ബദാമാണ് കേട്ടോ കൊടുക്കുന്നത്. പക്ഷേ ആപ്പിൾ ഇതിൽ അടിയിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. പിന്നെ മാഷാഅല്ലാ ഞാൻ മേനോക്ക് യൂണിഫോം മാറ്റി കൊടുക്കണം കേട്ടോ. എന്താ പറയുക, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷങ്ങൾ, നല്ല അത്രയും ഇതുള്ളൊരു നിമിഷങ്ങളല്ലേ അവർ കടന്നു പോകുന്നത്. നമ്മൾ പഠിക്കുമ്പോഴൊന്നും ഈ ബെൽറ്റും ഇങ്ങനെ ഷൂവും ഷോക്സൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഇട്ട് അവന് റെഡിയാക്കുമ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക, ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ പേരൻസിൻ്റെ. പിന്നെ ഞാൻ ഇതൊക്കെ റെഡിയാക്കി കൊടുക്കുക, ബെൽറ്റൊക്കെ ഇട്ടു ഒക്കെ ചെയ്തിട്ട് പിന്നെ വളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താ പറയുക, മാഷാഅല്ലാ എനിക്കത് വീഡിയോ ഇപ്പോൾ നമ്മൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഇത്. പിന്നെ വാപ്പി 2 കറക്കം കറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കറങ്ങി 2 കറക്കും. പിന്നെ ഞാൻ തല കെട്ടി കൊടുക്കുകയാണ് കേട്ടോ മേനോക്ക്. അവൾക്ക് നല്ല തുമ്പലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തുമ്പുന്നുണ്ട് പാവം. ഇന്ന് നോക്കിയിട്ട് തന്നെ ഇങ്ങനെ ജലദോഷം പിടിച്ചു. പിന്നെ ഞാൻ റിബൺ കെട്ടി കൊടുക്കുകയാണ്. റിബണൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ കെട്ടി ഓർമ്മയുണ്ട്. അപ്പോൾ അത് കെട്ടുമ്പോഴൊക്കെ നല്ലൊരു ഇത്. പിന്നെ അങ്ങനെ വേഗം ചെറിയൊരു വാലെഴുതി കൊടുത്തു. കൺമഷിക്ക് അലൗഡാണ്, പക്ഷെ ഞാൻ ഇനി സ്കൂളിലേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊരു പാല് മാത്രം ഇട്ട് കൊടുത്തു. പിന്നെ മേന ഓൾറൗണ്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം ഷെഡപടേന്ന് മാഫൂനി റെഡിയാക്കി. മാഫൂക്ക് നല്ല ജലദോഷമുണ്ട് പാവം. പിന്നെ ഞങ്ങളങ്ങനെ സ്കൂൾ അടുത്ത് തന്നെയാണ് കേട്ടോ, ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. അടുത്ത് പറഞ്ഞാൽ അടുത്താണ്. അപ്പോൾ ഞങ്ങളിത് സ്കൂളിലെത്തിയിട്ടോ. സ്കൂളിൻ്റെ കയറി പോകുമ്പോൾ തന്നെ ഈ കുഞ്ഞു പിള്ളേരിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂൺ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മാഷാഅല്ലാ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്, സ്പീച്ച്, അതുപോലെ ഡാൻസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. മേനുക്ക് ബാഗ് നല്ല ലൂസാണ്, ചെറുത് നോക്കി എടുത്താണ്. പിന്നെ അത് ലൂസാണ്. ഞാൻ മേനുവിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ സാധനം എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതാണ് വോയിസ്. പിന്നെ കുട്ടികളുടെ 2 ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കുട്ടീസൊക്കെ കൂട്ടിയിട്ട്. ഇൻഷാ അല്ലാ അടുത്ത UKG കുട്ടികളാണ് കേട്ടോ. അപ്പോൾ മേനോൻ്റെ അങ്ങനെ ക്ലാസ് എത്തിയിട്ടുണ്ട്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. ഓരോ കുട്ടികളും ഇങ്ങനെ കിടത്തി വിടായിരുന്നു. മേനോനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയാണ്. മാഷാ അല്ലാ മേനോൻ്റെ ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു.
അള്ളാഹു എല്ലാം കൊണ്ടും നല്ലതാക്കി തരട്ടെ. പഠിപ്പിലും ആരോഗ്യത്തിലും ആയുസ്സിലും എല്ലാം കൊണ്ടും പഠിപ്പിലും മുന്നേറട്ടെ എൻ്റെ കുട്ടി. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. പിന്നെ ക്ലാസ്സിൽ കയറിയപ്പോൾ നല്ല കുട്ടിയായിരുന്നു കേട്ടോ. നല്ല കരയിലൊന്നുമില്ല. മറ്റുള്ള കുട്ടികളൊക്കെ നല്ല കരയുന്നുണ്ടെങ്കിലും ആൾ കരച്ചിലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഇക്കാനോട് പറഞ്ഞിക്കാ കുഴപ്പമില്ല, കരയുന്നില്ല. പക്ഷെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അവൾ വിട്ടിരിക്കും, എന്നാൽ ഉമ്മാനത്തൊക്കെ പോയിരിക്കലുണ്ട്. സ്കൂൾ രസല്ലേ? ക്ലാസ്സിൽ കുട്ടികളൊക്കെ എത്ര ഫ്രണ്ട്സ് കിട്ടിയാ? ബലൂൺ വന്നോ കുട്ടിക്ക്? തന്നില്ലേ? എന്തിനാ കരഞ്ഞി? എവിടെ നോക്കട്ടെ? ബോൾ വന്നാ? ഹായ്. അപ്പൊ ഇനി എന്തിനാ കരയണപ്പോ? വേണമാ? ഷാർപ്നർ. ഇനി നാളെ വരണം നമുക്ക് അല്ലേ? ഇനി ഡെയിലി വരണ്ടേ നമുക്ക് ഇങ്ങോട്ട് സ്കൂളിലേക്ക്? ദിവസം വരണം നീ. ഓക്കെ ആയില്ലേ? എന്തിനു കരഞ്ഞി? ക്ലാസ്സിൽ വിട്ടപ്പോ കരഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പോനാ ക്ലാസ്സിൽ വിട്ടപ്പോ കരഞ്ഞില്ലല്ലോ. എന്തിനാ കരഞ്ഞേ? നീ പോകുമ്പോ എന്ത് കാട്ടായിരുന്നു? കരഞ്ഞിട്ട് എല്ലാരും കരണ്ടായിരുന്നാ? ക്ലാസ്സിൽ കൊണ്ടാക്കുമ്പോ നല്ല ഹാപ്പി ആയിരുന്ന ആള്. എല്ലാരും കരഞ്ഞപ്പോ കരഞ്ഞിട്ടുണ്ടാവും അല്ലേ? എല്ലാരും കരഞ്ഞപ്പോ കരഞ്ഞതാണ് തന്നെ. വെച്ച് പറഞ്ഞില്ലേ ആരും എല്ലാരും കരഞ്ഞാലും കരയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? മേഫോ താത്ത കരഞ്ഞു. അവിടെ നിന്ന് ക്ലാസ്സിൽ വിട്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ആൾ. പിന്നെ ഞങ്ങൾക്ക് പേരൻസ് മീറ്റിംഗ് ഒന്നുണ്ടായിരുന്നു, കുട്ടികളെ ക്ലാസ്സിൽ കൊണ്ടുവിട്ടിട്ട്. പിന്നെ തിരിച്ച് വിളിക്കാൻ പോകുമ്പോൾ നല്ല കരച്ചിലായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, അതായിരുന്നു അവസ്ഥ കേട്ടോ. പിന്നെ കുറച്ച് നേരം കുട്ടികളുടെ പാർക്ക് ഉണ്ടായിരുന്നു അവിടെ സ്കൂളിൽ തന്നെ. അപ്പോൾ അതിലൊക്കെ കുറച്ച് കളിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വരികയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് LKG UKG കുട്ടികളുടെ ഒരു പ്ലേ ഗ്രൗണ്ടാണ്. മാഷാ അല്ലാ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കടന്നുപോയി. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്ക് ബൈ ബൈ, ടാറ്റാ.